നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 15 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രമുഖ 10 പത്രങ്ങളും പരിശോധിച്ച് നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: അഖിലേന്ത്യാ കാർഷിക ബിരുദം CUET വഴി BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ നടപടിയായില്ല. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു, കാർഷിക അഖിലേന്ത്യാ കോട്ട ബിരുദ പ്രവേശനം CUET വഴി. അഗ്രികൾച്ചറിലും അനുബന്ധ വിഷയങ്ങളിലുമുള്ള UG, PG, PhD പ്രോഗ്രാമുകളിൽ 2024-25 ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം സംബന്ധിച്ച ICAR www.icar.org.in എന്ന സൈറ്റ് വഴി സൂചന നൽകി. UG പ്രോഗ്രാമുകളുടെ പ്രവേശനം CUET 2024 വഴിയായിരിക്കും. ഈ മാസം 26 രാത്രി 11:50 വരെ exams.nta.ac.in എന്ന സൈറ്റ് വഴി രജിസ്ട്രേഷൻ ആരംഭിക്കാം. വിശദവിവരങ്ങൾ ആ സൈറ്റിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുണ്ട്. പക്ഷേ CUET സംബന്ധിച്ച വിശദാംശങ്ങൾ ICAR സൈറ്റിലെ വിശേഷ ബുള്ളറ്റിലും നോക്കണം. BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, സെറികൾച്ചർ, നാച്ചുറൽ ഫാമിംഗ്, കൂടാതെ എഞ്ചിനീയറിംഗ് കോഴ്സുകളായ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി എന്നിവയാണ് വിവിധ കോഴ്സുകൾ. ഇനി മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ പ്രഖ്യാപനം മാത്രം, തുടർ നടപടികളില്ല. കർണാടകയിൽ പരീക്ഷ 10 നടന്നു. സംസ്ഥാനത്ത് BSc നഴ്സിംഗ് കോഴ്സിന് പ്രവേശന പരീക്ഷ നടത്തുമെന്ന് 1-ാം തീയതി മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. 2 ആഴ്ച പിന്നിട്ടിട്ടും അത് സംബന്ധിച്ച ഫയലുകൾ അനങ്ങിയിട്ടില്ല. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത +2ഉം പ്രവേശന പരീക്ഷയുടെ റാങ്കുമാണ്. മെയ് 3-ാം വാരം +2 ഫലം പ്രസിദ്ധീകരിക്കും. ക്ലാസുകൾ ഓഗസ്റ്റ് 1-ന് ആരംഭിക്കാനും പ്രവേശനം സെപ്റ്റംബർ 30-ന് അവസാനിപ്പിക്കാനുമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കർണാടകയിൽ നഴ്സിംഗ് പരീക്ഷ ഈ മാസം 10-ന് നടന്നു. +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രവേശനം. LB സെൻ്ററാണ് അപേക്ഷ ക്ഷണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കിയിരുന്നത്. പ്രവേശന പരീക്ഷ നടത്താനുള്ള ചുമതലയും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലും വിവിധ സംഘടനകളും LBSനെ അംഗീകരിക്കുന്നില്ല. സംസ്ഥാനത്ത് 100-ലേറെ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ 50% സീറ്റുകളിൽ സർക്കാരിന് പ്രവേശനം നടത്താം. ശേഷിക്കുന്ന 50% മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം നടത്തേണ്ടത്. മാനേജ്മെൻറ്റ് വിഹിതത്തിൻ്റെ ഭാഗമായുള്ള 15% NRI സീറ്റിലെ പ്രവേശന രീതിയും തീരുമാനിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്ത് നടപടികളെടുക്കണം. ഇനി മറ്റ് പത്രങ്ങളൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയുണ്ട്. തമിഴ്നാട്ടിൽ 76 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രവേശന നിയന്ത്രണം. ആവശ്യത്തിന് വിദ്യാർത്ഥികളില്ലാത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ 76 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് 2024-25 അധ്യയന വർഷം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് അണ്ണാ സർവകലാശാല നിയന്ത്രണം ഏർപ്പെടുത്തി. 11 കോളേജുകൾ പൂട്ടിയേക്കും. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മറ്റു കോളേജുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകും. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.